ബാലുശ്ശേരിയിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ഇപ്പോൾ നടക്കുകയാണ്. AK അഭിലാഷ് അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. AK അഭിലാഷ്, കോഴിക്കോട് ജില്ലയിൽ രാഹുലിന്റെ പ്രചാരണ പര്യടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് ഷോ എവിടെ മുതൽ എവിടെ വരെയാണ്, എങ്ങനെയൊക്കെയാണ് മറ്റു പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും വലിയ ആവേശത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ഇപ്പോൾ ബാലുശ്ശേരി മേഖലയിൽ നടക്കുന്നത്. നമുക്കറിയാം, നേരത്തെ മഹാറാലി നിശ്ചയിക്കുകയും അന്ന് രാഹുൽ ഗാന്ധി എത്തുമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ അന്ന് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഇത്തരത്തിലൊരു പരിപാടി തീരുമാനിച്ചത്. കോഴിക്കോട് ജില്ലയിൽ ഇന്നിപ്പോൾ 5 വലിയ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ കല്ലാച്ചിയിലായിരുന്നു കോർണർ മീറ്റിംഗ് സംഘടിപ്പിച്ച ആദ്യ പരിപാടി. അതിനുശേഷം പേരാമ്പ്രയിൽ നടന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ബാലുശ്ശേരിയിലേക്ക് എത്തിയിരിക്കുന്നത്. ബാലുശ്ശേരിയിലെ സ്ഥാനാർത്ഥി സൂരജുമായിട്ടാണ് ഇപ്പോൾ റോഡ് ഷോ നടക്കുന്നത്. ബാലുശ്ശേരി, അതോടൊപ്പം തന്നെ എലത്തൂർ മണ്ഡലങ്ങൾ കൂടിയാണ് ഈ റോഡ് ഷോ നടക്കുക. ബാലുശ്ശേരി ഏതാണ്ട് 3 കിലോമീറ്റർ അകലെയുള്ള നന്മണ്ടയിലേക്കാണ് ഈ റോഡ് ഷോ മുന്നോട്ട് പോവുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ബസ് സർവീസ് ആരംഭിച്ചിരുന്നു. ആ ബസ്സിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി യാത്ര ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ 5 ഗ്യാരണ്ടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ UDF മുന്നോട്ട് വെക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഗ്യാരണ്ടി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അടക്കമുള്ള കാര്യം, ഇപ്പം തന്നെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ്. അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കൂടി എത്തിയിരിക്കുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി ബാലുശ്ശേരിയിൽ ഇറങ്ങിയതിന് ശേഷം അവിടെയുണ്ടായിരുന്ന ആളുകളോടൊക്കെ സൂരജിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നത് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ ഗ്യാരണ്ടിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. 3 കിലോമീറ്ററാണ് ഈ ബസ്സിൽ രാഹുൽ ഗാന്ധി സഞ്ചരിക്കുന്നത്. ഏതായാലും ചില സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം നേരത്തെ ബാലുശ്ശേരിയിൽ ഒരു റോഡ് ഷോ സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഈ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തന്നെ അത് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നന്മണ്ടയിലേക്ക് എത്തുകയാണ്. ഏതായാലും വലിയ തരത്തിൽ ആവേശം കോൺഗ്രസ് പ്രവർത്തകരിലും UDF പ്രവർത്തകരിലും കാണുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധി നേരത്തെ വരുമെന്ന് പറഞ്ഞതെങ്കിൽ പോലും എത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവരുടെ അടുത്തേക്ക്, അതായത് ഗ്രാമീണ മേഖലയിലേക്ക് പോലും രാഹുൽ ഗാന്ധി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് പോവുകയും ചെയ്തത്. ആര്യ, അഭിലാഷ്, ഈ റോഡ് ഷോയ്ക്ക് ശേഷം പൊതുവേദിയിലേക്ക് എത്തുന്നുണ്ടോ രാഹുൽ ഗാന്ധി? അവിടെ ജനങ്ങളോട് സംസാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ബാലുശ്ശേരിയിലെ പരിപാടിക്ക് ശേഷം അദ്ദേഹം കൊയിലാണ്ടിയിലേക്കാണ് പോകുന്നത്. കൊയിലാണ്ടിയിലാണ് പൊതുസമ്മേളനവും അതോടൊപ്പം തന്നെ വിപുലമായ റോഡ് ഷോയും തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തരത്തിലുള്ള ജനക്കൂട്ടം കൊയിലാണ്ടിയിലുണ്ടാകും. ആ റോഡ് ഷോയ്ക്ക് ശേഷം പൊതുസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി അവിടെ പങ്കെടുക്കും. അതിനുശേഷം അവിടെ വിശദമായ ഒരു പ്രസംഗം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകും. നേരത്തെ നമ്മൾ കുറ്റ്യാടിയിലും അതോടൊപ്പം തന്നെ പേരാമ്പ്രയിലും കണ്ടതുപോലെ തന്നെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ അദ്ദേഹം അവിടെയും ആവർത്തിക്കാനുള്ള സാധ്യതയാണുള്ളത്. പ്രധാനമായും LDF സർക്കാരിനെതിരെയും BJP സർക്കാരിനെതിരെയും അതിരൂക്ഷമായ വിമർശനമാണ് നേരത്തെ അദ്ദേഹം ഉന്നയിച്ചത്. ശബരിമല വിഷയമടക്കം ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ ഡീൽ അടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ഏറ്റെടുത്തുകൊണ്ട് തന്നെ വലിയ തരത്തിൽ വിമർശനമാണ് പിണറായി വിജയനെതിരെയും അതോടൊപ്പം തന്നെ BJP നേതാവ് മോഡിക്കെതിരെയും ഒക്കെ അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടികൾക്ക് തന്നെയാണ് ഊന്നൽ നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗ്യാരണ്ടി 5 ഗ്യാരണ്ടികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രചാരണ പരിപാടികൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു, അല്ലെങ്കിൽ മലബാർ മേഖലയിൽ തുടക്കം കുറിച്ചു എന്ന് വേണം പറയാൻ. അതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഇന്നിപ്പോൾ 5 ഇടങ്ങളിലാണ് ഇത്രയും വലിയ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ബാലുശ്ശേരിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇതിനുശേഷം കൊയിലാണ്ടിയിലേക്ക് നിൽക്കും. കൊയിലാണ്ടിയിലായിരിക്കും വിപുലമായ പരിപാടികളും റോഡ് ഷോയും അടക്കം സംഘടിപ്പിക്കുക. ആര്യ, പ്രധാനമായും 4 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് 5 ഇടത്താണ് വലിയ പരിപാടികൾ രാഹുൽ ഗാന്ധിയുടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. AK അഭിലാഷ, ഇപ്പോൾ റോഡ് ഷോ പുരോഗമിക്കുകയാണ് ബാലുശ്ശേരിയിൽ. അത് കഴിഞ്ഞാൽ കൊയിലാണ്ടിയിലെ പൊതുവേദിയിലേക്ക് എത്തും. അതിനുശേഷം രാഹുൽ കേരളത്തിൽ നിന്ന് മടങ്ങുമോ? തീർച്ചയായിട്ടും കൊയിലാണ്ടിയിലെ പരിപാടി ഏതാണ്ട് 6-7 മണിയോട് കൂടി സമാപിക്കും. അതിനുശേഷം നേരെ കണ്ണൂരിലേക്ക് ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം പോകും. അവിടെ നിന്നായിരിക്കും, നേരത്തെ ഷെഡ്യൂൾ ചെയ്ത വിമാനത്തിലായിരിക്കും അദ്ദേഹം പോവുക. നേരത്തെ ചാർട്ട് ചെയ്ത വിമാനത്തിലാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ തന്നെയായിരിക്കും അദ്ദേഹം തിരിച്ചു പോവുക. ഏതായാലും ഒരു ദിവസത്തെ പരിപാടിയാണ് ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. രാവിലെ 11 മണിക്ക് കണ്ണൂരിലെത്തി. കണ്ണൂരിൽ വലിയ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. അതിനുശേഷമാണ് കോഴിക്കോട്ടെ വിപുലമായ പരിപാടികളിലേക്ക് അദ്ദേഹം എത്തുന്നത്. കൊയിലാണ്ടിയിലെ പരിപാടിക്ക് ശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് കണ്ണൂർ മാർഗം തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആവേശം കോൺഗ്രസ് പ്രവർത്തകരിൽ കാണാനുണ്ട് എന്നതാണ് ഏറ്റവും
ശ്രദ്ധേയമായ കാര്യം. രാഹുൽ ഗാന്ധി എത്തുമ്പോൾ എല്ലാ വിഭാഗം ആളുകളും അദ്ദേഹത്തെ കാണാൻ എത്തുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലും വലിയ തരത്തിൽ ജനക്കൂട്ടം അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാനായി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. ബാലുശ്ശേരിയിലും ഇപ്പോൾ നന്മണ്ടയിലൊക്കെ വലിയ തരത്തിൽ ജനക്കൂട്ടം, റോഡടക്കം സ്തംഭിക്കുന്ന തരത്തിലുള്ള ജനക്കൂട്ടമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതിനിടയിൽ ചില സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില വീഴ്ചകൾ സംഭവിച്ചു എന്നതും എടുത്തു പറയേണ്ടത് ഒരു കാര്യം കൂടിയാണ്. കാരണം നേരത്തെ ഹെലിപാഡിൽ അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തോട് ആരാധനയുള്ള പ്രവർത്തകർ അദ്ദേഹത്തെ ചുറ്റും കൂടുതൽ അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം സിനോജ് തോമസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സിനോജ്, ഇപ്പോൾ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. റോഡിന്റെ ഇരുവശത്തും രാഹുൽ ഗാന്ധിയെ കാണുവാനുള്ള ആളുകളുടെ വലിയൊരു ബാഹുല്യം നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം തന്നെ കൊയിലാണ്ടിയിൽ കാത്തിരിക്കുകയാണ് ഒരു വൻ ജനാവലി രാഹുൽ ഗാന്ധിക്കായി. ആര്യ, അതായത് പ്രതീക്ഷിക്കാത്ത ഷെഡ്യൂളാണ് രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ നടന്നിരിക്കുന്നത്. അതായത് ബാലുശ്ശേരിയിൽ നിന്ന് നന്മണ്ടിലേക്ക് ഇന്ദിരാ ഗ്യാരണ്ടി ബസ്സിൽ യാത്ര നടത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ യാത്ര നടത്തി നന്മണ്ടിലെത്തിയ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ബസ്സിന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെയുള്ള ഒരു സിറ്റിംഗ് യൂണിറ്റിൽ രാഹുൽ ഗാന്ധി പുറത്തേക്ക് വരികയാണ്. ഇവിടെ തന്നെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു തുന്നൽ കടയിലാണ് രാഹുൽ ഗാന്ധി മുകളിൽ നിന്ന് കെട്ടിടത്തിന് മുകളിൽ നിന്ന് രാഹുൽ ഗാന്ധി യുഡിഎഫ് പ്രവർത്തകർ അഭിവാദ്യം ചെയ്യുന്നു. ഷാഫിറുൽ എം പി ഉണ്ട്. അതായത് ബസ്സിൽ നിന്ന് ഇറങ്ങിയ രാഹുൽ ഗാന്ധി ഇവിടെയുള്ള ഒരു തുന്നൽ കടയിൽ കയറി അവിടെയുള്ള ജീവനക്കാരുമായി സംസാരിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെ ജീവനക്കാരുണ്ട്, അവരുമായി സംസാരിച്ചു. അതിനുശേഷം ഇപ്പോൾ രാഹുൽ ഗാന്ധി തിരികെ ഇറങ്ങി ഒന്നാം നിലയിൽ നിന്ന് താഴോട്ട് വരുന്ന നിരവധി യുഡിഎഫ് പ്രവർത്തകരാണ്. പോലീസിന് വലയം ഭേദിച്ചുകൊണ്ട് നിരവധി യുഡിഎഫ് പ്രവർത്തകരാണ് ഇവിടേക്ക് വന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടി ബസ്സിലേക്ക് പോകുന്ന വഴിക്ക് വലിയ രീതിയിലുള്ള യുഡിഎഫ് പ്രവർത്തന പ്രവാഹം, അതായത് പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതി വലിയൊരു പ്രവാഹം ഇവിടെ ഉണ്ടാകുന്നു. അതായത് ഒരു ബസ് യാത്രയാണ് നിശ്ചയിച്ചത്. ബസ് യാത്ര അവസാനിച്ച ഘട്ടത്തിൽ ബസ് റോഡിന്റെ സൈഡിൽ നിർത്തുന്നു. രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ഇറങ്ങുന്നു, അടുത്ത കടയിലേക്ക് പോകുന്നു. അദ്ദേഹം ഇപ്പോൾ കാറിലേക്ക് മാറിക്കയറുകയാണ്. ബസ്സിൽ നിന്ന് കാറിലേക്ക് മാറിക്കയറുന്നു. കൊയിലാണ്ടിൽ DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറിന്റെ റോഡ് ഷോയ്ക്ക് വേണ്ടി അദ്ദേഹം കൊയിലാണ്ടിലേക്ക് പോവുകയാണ്. ഏതായാലും ഒരു 3.5 കിലോമീറ്റർ ദൂരം അദ്ദേഹം ഇന്ദിരാ ഗ്യാരണ്ടി ബസ്സിൽ യാത്ര ചെയ്തു. ബസ്സിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യുഡിഎഫ് പ്രവർത്തകരുണ്ടായിരുന്നു, പല മേഖലയിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. അവരുമായി സംവദിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ ബസ് ഇറങ്ങിയ ഘട്ടത്തിൽ തൊട്ടടുത്ത കടയിൽ കയറി ആളുകളുമായി സംസാരിച്ചു. 100 കണക്കിന് പ്രവർത്തകർ, അവർക്ക് വലിയൊരു ആവേശം നൽകിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് കോഴിക്കോട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ പരിപാടിയിൽ പങ്കെടുത്തത്. ആദ്യം നാദാപുരം മണ്ഡലത്തിൽ കല്ലാച്ചിൽ പങ്കെടുത്തു. അവിടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് എത്തിയത്. പേരാമ്പ്രയിലാണെങ്കിൽ അതിനേക്കാൾ ഏറെ ആളുകൾ വന്നു. ബാലുശ്ശേരി ചെറിയൊരു റോഡ് ഷോ നടത്തിയാണ് അദ്ദേഹം ഇന്ദിരാ ഗ്യാരണ്ടി ബസ്സിൽ കയറിയത്. ഏകദേശം 3.5 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇപ്പോൾ നന്മണ്ടയിൽ അദ്ദേഹം ഇറങ്ങി കാറിലേക്ക് മാറിക്കയറുന്ന രംഗമാണ് കാണുന്നത്. കൊയിലാണ്ടിലേക്ക് അദ്ദേഹം യാത്ര പുറപ്പെട്ടിരിക്കുന്നു. 100 കണക്കിന് പ്രവർത്തകരാണ് രാഹുൽ ഗാന്ധി എത്തിയ ഘട്ടത്തിൽ ഇവിടെ വന്നിരിക്കുന്നത്. യുഡിഎഫിന്റെ പ്രവർത്തകരാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ബസ് യാത്ര നടത്തി ഇന്ദിരാ ഗ്യാരണ്ടി 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചതാണ്. ആ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വോട്ടർമാരുമായി നേരിട്ട് സംബന്ധിച്ച് അവരുമായി സംസാരിച്ചാണ് രാഹുൽ ഗാന്ധി എല്ലാവരും അഭിവാദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി മടങ്ങുന്ന ദൃശ്യമാണ് നമ്മൾ തത്സമയം കാണുന്നത്. അദ്ദേഹം വാഹനത്തിന്റെ മുകളിലേക്ക് കയറി അദ്ദേഹം അണികളെ അഭിവാദ്യം ചെയ്ത് കാണിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. ഇവിടെ നിന്ന് അദ്ദേഹം കൊയിലാണ്ടിലേക്ക് നീങ്ങുകയാണ്. കൊയിലാണ്ടിൽ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ന് വിവിധ മണ്ഡലങ്ങളിൽ, കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ അദ്ദേഹം പര്യടനം നടത്തിയത്. എല്ലാ കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് വന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നതാണ് ഇന്ദിരാ ഗ്യാരണ്ടി ബസ്. ഇത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചത്. ഈ ബസ്സിലാണ് രാഹുൽ ഗാന്ധി യാത്ര ചെയ്ത് നന്മണ്ട വരെ എത്തിയത്. ഈ ബസ്സിൽ നിരവധി യുഡിഎഫ് പ്രവർത്തകരുണ്ടായിരുന്നു, സാധാരണക്കാരായ തൊഴിലാളികളുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു. അവരുമായി സംസാരിച്ച് രാഹുൽ ഗാന്ധി നന്മണ്ടിൽ ഇറങ്ങി. ഇവിടെയുള്ള ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ്, തുന്നൽ കേന്ദ്രമുണ്ട്, അവിടെ എത്തി. അത് 1ാം നിലയുടെ മുകളിലാണ്. അവിടെ കയറി അവിടുത്തെ സാധാരണക്കാരായ നാട്ടുകാരായി രാഹുൽ ഗാന്ധി സംസാരിച്ച ശേഷമാണ് കൊയിലാണ്ടിലേക്ക് ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. ആര്യ, വളരെ ആവേശോജ്വലമായ പ്രചാരണത്തിന് നേതൃത്വം നൽകുകയാണ് കോഴിക്കോട് ജില്ലയിൽ. പ്രധാനമായും 4 മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ബാലുശ്ശേരിയിൽ നിന്ന് നന്മണ്ട വരെയുള്ള റോഡ് ഷോ, അത് ഇന്ദിരാ ഗ്യാരണ്ടി ബസ്സിലായിരുന്നു. അത് പൂർത്തിയായിരിക്കുന്നു. ഇനി കൊയിലാണ്ടിയിലേക്ക് പോവുകയാണ്. അവിടെ റോഡ് ഷോയുണ്ട്, പൊതുസമ്മേളനമുണ്ട്. രാഹുലിനെ കാത്ത് വലിയൊരു ജനസാഗരം അവിടെ കാത്തിരിക്കുകയാണ്.